നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ലോക ചാമ്പ്യന്മാരായ ടീമിൻ്റെ തകർത്തെറിഞ്ഞു. ചരിത്ര വിജയമാണ് അയർലൻഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അവർ ഇന്ത്യക്കെതിരെ വിജയിക്കുന്നത്. ആദ്യത്തെ T20 മത്സരത്തിൽ 2 മത്സരങ്ങളുടെ പരമ്പരയാണ്. ആദ്യ മത്സരത്തിൽ അവർ 34 റൺസിൻ്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റ് 182 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ടീം ഇന്ത്യ 18.5 ഓവറുകളിൽ 148 റൺസിന് ഓൾ ഔട്ടായി പോയി. സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി 5 റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത്. അതേസമയം പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് 3 റൺസ് മാത്രമാണ് അടിക്കാൻ പറ്റിയത്. വേൾഡ് കപ്പിലെ ഹീറോ ഇഷാൻ കിഷൻ 1 റൺസ് മാത്രമാണ് അടിച്ചത്. വാഷിംഗ്ടൺ സുന്ദർ 9 റൺസ്. അങ്ങനെ പല പ്രമുഖ ഇന്ത്യൻ ബാറ്റർമാരും 2 അക്കം കാണാൻ കഴിയാതെ മടങ്ങിപ്പോയിടത്താണ് ടീം ഇന്ത്യയുടെ പരാജയം ഉറപ്പായത്. മറുഭാഗത്ത് അയർലൻഡ് പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പുറത്തെടുത്ത ടക്കറും അതുപോലെ ഡിലായനെയും ഇന്ത്യക്ക് വലിയ ആഘാതമേൽപ്പിച്ചു. ഇന്ത്യൻ ബൗളിങ്ങിൽ പ്രസിദ്ധ് കൃഷ്ണ നന്നായിട്ട് അടിവാങ്ങി. 17ാമത്തെ ഓവർ അദ്ദേഹം എറിയുമ്പോൾ വിട്ടുകൊടുത്തത് 10-27 റൺസാണ്. ആകെ 4 ഓവറിൽ 57 റൺസ് വിട്ടുകൊടുത്തു. അവിടെയാണ് ടീം ഇന്ത്യ കളി കൈവിട്ടത്. അതേസമയം ഹർഷിത് റാണ 4 ഓവറിൽ 24 റൺസിന് 3 വിക്കറ്റ് എടുത്തിരുന്നു. ഹർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 28 റൺസിന് 2 വിക്കറ്റ് എടുത്തിരുന്നു. അക്സർ പട്ടേൽ 4 ഓവറിൽ 33 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. ഇങ്ങനെ മറ്റുള്ളവർ നന്നായി എറിയുമ്പോഴാണ് പ്രസിദ്ധ് കൃഷ്ണ ഇമ്മാതിരി അടി വാങ്ങിയത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഏതായാലും അയർലൻഡിന് വേണ്ടി ഓപ്പൺ ചെയ്ത ടെക്ടറും അഡയറും ചേർന്നുള്ള കൂട്ടുകെട്ട് വെറും 20 റൺസാണ് അടിച്ചത്. 2ാമത്തെ ഓവറിൽ അവർക്ക് അഡയർ നഷ്ടമായി. അഡയർ 7 പന്തിൽ നിന്ന് 12 റൺസ് അടിച്ചു. ഓപ്പണർ ടിം ടെക്ടറുടെ സംഭാവന വളരെ വലിയ രൂപത്തിലേക്കൊന്നും പോയില്ല. 12 പന്തിൽ നിന്ന് 17 റൺസാണ്. അതോടൊപ്പം തന്നെ ഹാരി ടെക്ടർ ഡെക്കായിട്ട് മടങ്ങുകയും ചെയ്തു. പിന്നെയാണ് ടക്കർ 36 പന്തിൽ നിന്ന് 50 റൺസിൻ്റെ ഗംഭീര ഇന്നിങ്സ് കളിച്ചത്. കാലിറ്റ്സ് 15 റൺസ്, അതുപോലെ ഡോക്ടറിൽ 19 റൺസ്, ഇങ്ങനെ പോയി. അതേസമയം ഡിലൈനി 32 പന്തിൽ നിന്ന് 3 4 3 6 അടക്കം 49 റൺസിൻ്റെ കിടലൻ ഇന്നിങ്സ് കളിക്കുകയും ചെയ്തു. മക്കാർത്തി 7 റൺസുമായിട്ട് മടങ്ങിപ്പോയി. ഹംഫ്രൈസ് 2 റൺസാണ് അടിച്ചത്. ഏതായാലും മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസൺ ആദ്യം മടങ്ങിപ്പോയി. അദ്ദേഹം 2ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലേ മടങ്ങിപ്പോയിരുന്നു. ഒരു 4 4 പന്തിൽ നിന്നിട്ട് അദ്ദേഹം അടിച്ചത്. 5 റൺസിന് മടങ്ങിപ്പോയി. ജയ് മൂന്ദ്ര അദ്ദേഹത്തെ മടക്കി വിടുകയായിരുന്നു. ഇഷാൻ കിഷൻ 5 പന്തിൽ 100 റൺസുമായിട്ട് മടങ്ങി. ശ്രേയസ് അയ്യർ 7 പന്തിൽ നിന്ന് 3 റൺസുമായിട്ട് മടങ്ങി. അങ്ങനെ ഇന്ത്യ 60-3 എന്ന രൂപത്തിലേക്ക് വീണു. അതിന് കാരണം മറുഭാഗത്ത് അഭിഷേക് നന്നായി സ്കോർ ചെയ്തെന്നുള്ളത് കൊണ്ടാണ് അത്ര റൺസിലേക്കെങ്കിലും വന്നത്. 20 പന്തിൽ നിന്ന് 7 4 2 6 അടക്കം അദ്ദേഹം 50 റൺസ് അടിച്ചിരുന്നു. തിലക് വർമ്മ 21 പന്തിൽ നിന്ന് 19 റൺസ്. വാഷിംഗ്ടൺ സുന്ദർ 12 പന്തിൽ നിന്ന് 9 റൺസ്. ശിവൻ ദുബെ 14 പന്തിൽ നിന്ന് 25 റൺസ്. അക്സർ പട്ടേൽ 16 പന്തിൽ നിന്ന് 15 റൺസ്. ഹർഷിത് റാണ 9 പന്തിൽ നിന്ന് 8 റൺസ്. ഹർഷ്ദീപ് സിംഗ് 4 പന്തിൽ നിന്ന് 2 റൺസ്. അങ്ങനെ ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിച്ചപ്പോൾ വെറും 148 റൺസ് മാത്രമാണ് സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത്. ഹംഫ്രൈസ് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. 3.5 ഓവറുകളിൽ 38 റൺസ് അദ്ദേഹം 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഹൊളാഡ് 4 ഓവറിൽ 28 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ഗംഭീരമായ പ്രകടനം നടത്തി. 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റാണ് ജയ് മൂന്ദ്ര വീഴ്ത്തിയത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ചാമ്പ്യന്മാരാണ്. പുതിയ ക്യാപ്റ്റന് കീഴിൽ ആദ്യ പരാജയം ഇവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ശ്രേയസ് അയ്യരുടെ ഒരു പ്രതികരണം ആദ്യ കളി തോറ്റതിന് ശേഷം വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഗ്രേറ്റ് സ്റ്റാർട്ട് എന്നാണ്. അതായത് ഗ്രേറ്റ് സ്റ്റാർട്ട് ആസ് എ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സർക്കാസ്റ്റിക്കലി പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഞങ്ങൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ മറക്കുകയും എന്നിട്ട് ഇതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത മത്സരത്തിൽ മികവ് കാണിക്കും ടീം ഇന്ത്യ എന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സ്റ്റുഡിയോ.